അങ്ങനെ ഏറെ സസ്പെൻസുകൾക്കൊടുവിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റായ്ബറേലിയിൽ നിന്നാണ് ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. നേരത്തെ സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ്. സോണിയാഗാന്ധി നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നതുകൊണ്ടുമാണ് റായ്ബറേലിയിൽ നിന്ന് ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ആയിരിക്കും ഇത്തവണ റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കുക എന്നുള്ളൊരു ശക്തമായിട്ടുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അഭ്യൂഹങ്ങളെയൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിൽ ഒരു സംഭവം കൂടി നടക്കുകയുണ്ടായി. അതായത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയപ്പോൾ അവിടെ കൂടിയിരുന്ന BJP പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്കെതിരെ ജയ് ശ്രീരാം വിളികൾ മുഴക്കുകയായിരുന്നു. ആ സമയത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഈ ജയ് ശ്രീരാം വിളി BJP പ്രവർത്തകർ ഉയർത്തിയതോടുകൂടി ഇരു വിഭാഗവും തമ്മിൽ ഒരു വലിയൊരു സംഘർഷം നടക്കുകയുണ്ടായി. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവരുത്തിയത്. ഏതായാലും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കാണാം.